ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സയൻസ് ആണ്. പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ട് പോവുക കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് ഞാൻ ആൻസേഴ്സ് എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഈ പൊല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക കേട്ടോ. വാട്ട് ക്യാൻ വി ഡു ടു പ്രിവെൻറ്റ് ദ പൊല്യൂഷൻ ഓഫ് വാട്ടർ സോഴ്സസ് വെള്ളത്തിലെ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മലിനീകരണം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഡു നോട്ട് ത്രോ ട്രാഷ് ഇൻ വാട്ടർ. വേസ്റ്റുകൾ അല്ലേ, വേണ്ടാത്ത സാധനങ്ങളൊന്നും ട്രാഷുകളൊന്നും ഇവിടെ വെള്ളത്തിലേക്ക് വലിച്ചെറിയരുത്. ഡോണ്ട് ഡംപ് ഫാക്ടറി വേസ്റ്റ് ഇൻ റിവേഴ്സ്. ഫാക്ടറിയിലുള്ള വേസ്റ്റുകളൊന്നും നദിയിലേക്കൊന്നും ഒഴുക്കരുത്. യൂസ് ലെസ് കെമിക്കൽസ് അല്ലേ, നമ്മൾ പെസ്റ്റിസൈഡ്സും അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു അംശം മഴയൊക്കെ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ പുഴയിലേക്കും ജലസ്രോതസ്സുകളിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. സേവ് വാട്ടർ. അനാവശ്യമായി വെള്ളം ഉപയോഗിക്കാതിരിക്കുക, വെള്ളം കളയാതിരിക്കുക. പ്ലാന്റ് ട്രീസ് നിയർ വാട്ടർ. വെള്ളത്തിനടുത്ത് എന്താണ്, മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക. ടെൽ അതേഴ്സ് ടു സേവ് വാട്ടർ. ബാക്കിയുള്ളവരോടും എല്ലാവരോടും എന്താണ്, വെള്ളം സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുക. യൂസ് ടോയ്ലറ്റ്സ് ആൻഡ് അതർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് അല്ലേ, നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ടോയ്ലറ്റുകളും ശുചിമുറികളൊക്കെ ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്താണ്, വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാം. അടുത്തത്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ ദ വെൽസ് ഓഫ് നിയർ ബൈ ഹൗസസ് വെൻ വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളവും നദിയൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കിണറിന് എന്താണ് സംഭവിക്കുക? ദ വാട്ടർ ലെവൽ ലോവേഴ്സ് ഇൻ ദ നിയർ ബൈ വെൽസ്. തൊട്ടടുത്തുള്ള കിണറുകളിലൊക്കെ എന്താണ്, അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് താഴ്ന്നു പോകും അല്ലേ. ഏപ്രിൽ മെയ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലരുടെ വീട്ടിലൊന്നും വെള്ളം തീരെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ കുളവും നദികളൊക്കെ വറ്റുന്നതിനനുസരിച്ച് നമ്മുടെ കിണറ്റിലെ വെള്ളവും കുറയും. ഇനി, it is essential to conserve marine ecosystem which is a home to a great variety of animals and plants. റൈറ്റ് സം വേസ് ടു കൺസേർവ് ഓഷ്യൻസ് അല്ലേ. നമ്മുടെ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് വേസ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം? പ്രിവെൻറ്റ് പ്ലാസ്റ്റിക് കെമിക്കൽസ് വേസ്റ്റ് ഫ്രം റീച്ചിങ് ദ ഓഷ്യൻ. നദിയിലേക്കും ഓഷ്യൻസിലേക്കും ഒക്കെ എന്താണ്, പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള കെമിക്കൽസും വേസ്റ്റൊന്നും എത്താതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. കീപ് ദ കോസ്റ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ എന്താണ്, അതിൻ്റെ അടുത്തൊക്കെ പ്ലാസ്റ്റിക്കും വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റൊക്കെ വരുമ്പോൾ ആ വേസ്റ്റ് എവിടേക്ക് എത്തും, വെള്ളത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ കോസ്റ്റൽ ഏരിയാസും എന്താണ്, മലിനീകരണം മുക്തമായിട്ട് കാത്തു സൂക്ഷിക്കുക. ക്രിയേറ്റ് അവയർനെസ് ഓൺ കൺസർവേഷൻ ഓഫ് ഓഷ്യൻ. എങ്ങനെയൊക്കെ നമുക്ക് ഓഷ്യൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൺട്രോൾ അൺസസ്റ്റൈനബിൾ ഫിഷിംഗ്. എന്താണ്, അശാസ്ത്രീയമായ രീതിയിൽ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, മത്സ്യബന്ധനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. പ്രിസർവ് ദ മറൈൻ ഇക്കോസിസ്റ്റം. അതിൻ്റെ ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു സംരക്ഷണം നമ്മൾ നൽകേണ്ടതുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, മെൻഷൻ എനി ടു യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം. എന്തെങ്കിലും 2 യൂസാണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ നിങ്ങൾ എഴുതാൻ പറയുന്നത്. കുറച്ച് യൂസസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണെങ്കിലും എഴുതാം. ദേ ഹെൽപ്പ് ടു മേക്ക് ഫുഡ് ലൈക്ക് ബ്രെഡ് ആൻഡ് കേർഡ്. നമുക്ക് ബ്രെഡും തൈരും ഒക്കെ ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? മൈക്രോ ഓർഗാനിസംസ് ആണ്. ദേ ഹെൽപ്പ് ബ്രേക്ക് ഡൗൺ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇലയൊക്കെ ചെയ്യുന്നത് കാണാം അല്ലേ. അതെന്തുകൊണ്ടാണ് അതങ്ങനെ അഴുകിയില്ലാതാവുന്നത്? ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ദേ മേക്ക് മെഡിസിൻസ് ലൈക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യാറുണ്ട്. ദേ ഹെൽപ്പ് ക്ലീൻ അപ്പ് പൊല്യൂഷൻ. ഇലകളും ചെടികളൊക്കെ വീഴുന്നത് അഴുകി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു തരത്തിൽ അതെന്താണ്, മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ദേ ഹെൽപ്പ് മേക്ക് സോയിൽ ഫെർട്ടൈൽ. അങ്ങനെയുള്ള അഴുകുന്നതൊക്കെ ജീർണിച്ച് അത് മണ്ണിന് വളമാവുന്നുണ്ട്. അതും ആരുടെ ഹെൽപ്പ് കൊണ്ടാണ്? ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. അപ്പോൾ 2 യൂസസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്രെഡും കേർഡും ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എഴുതാം. അതുപോലെ തന്നെ നമ്മുടെ സോയിൽ ഫെർട്ടൈലായിട്ട് കീപ്പ് ചെയ്യാൻ അല്ലേ.
അത് സമ്പുഷ്ടമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ഈ മൈക്രോ ഓർഗാനിസംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് വേണമെങ്കിൽ എഴുതാം. ഇനി ഗീവ് എക്സാമ്പിൾസ് ഓഫ് മൈക്രോ ഓർഗാനിസം ദാറ്റ് ഹെൽപ്പേഴ്സ്. 2 മൈക്രോ ഓർഗാനിസത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ബാക്ടീരിയ ആണ് നമ്മളെ പാല് തൈരാക്കുന്നുണ്ടല്ലോ, ആ ഒരു പ്രക്രിയയ്ക്ക് സഹായിക്കുന്നത് ബാക്ടീരിയ ആണ്. പിന്നെ ബ്രെഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഈസ്റ്റാണ്. കേർഡ് പ്രൊഡക്ഷനിൽ സഹായിക്കുന്നത് എന്താണ്? ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, ഇനി വൈ ഡു വി ടേക്ക് വാക്സിൻസ്, ഹൗ ഡസ് ഇറ്റ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഡിസീസസ്? എന്തുകൊണ്ടാണ് നമ്മൾ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുന്നത്? അത് എങ്ങനെയാണ് നമ്മളെ രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? വി ടേക്ക് വാക്സിൻസ് ടു പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഡിസീസസ്. വാക്സിൻസ് പ്രൊവൈഡ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി അഗെയിൻസ്റ്റ് ഡിസീസസ്. നമ്മൾ വാക്സിൻസ് എന്തിനാണ് എടുക്കുന്നത്? നമ്മുടെ ശരീരത്തെ നമ്മൾ ഡിസീസിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാക്സിൻസ് എടുക്കുന്നത്. വാക്സിൻസ് എങ്ങനെയാണ്? ആ വാക്സിനേഷൻസ് എടുക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്, അല്ലേ? പ്രതിരോധ ശേഷി കിട്ടുകയാണ് പല രീതിയിലുള്ള ഡിസീസസിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി ഡസ് എ ടങ് ഹെൽപ്പ് ഓൺലി ഇൻ ടേസ്റ്റിംഗ്? വാട്ട് ആർ ദി അതർ ഫങ്ഷൻസ് ഓഫ് ടങ്? നാവ് നമ്മളെ ടേസ്റ്റ് ചെയ്യാൻ മാത്രമാണോ ഹെൽപ്പ് ചെയ്യുന്നത്? എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട് നാവിന്? ഇതൊക്കെയാണ് നാവിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ചൂയിങ് ആൻഡ് സ്വാലോവിങ്, നമ്മളെ ചവയ്ക്കാനും ആ ചവച്ച ഭക്ഷണം ഇറക്കാനും നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പീക്കിംഗ് ഫോംസ് വേർഡ്സ് ആൻഡ് സൗണ്ട്സ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ആ ശബ്ദങ്ങൾ കറക്റ്റായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാവിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ബ്രീതിങ് കീപ്സ് എയർ വേ ഓപ്പൺ, നമ്മളെ ശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ? ക്ലീനിങ് ക്ലീൻസ് ടീത്ത്സ് ആൻഡ് ഗംസ്, നമ്മുടെ പല്ലും ഗംസും ഒക്കെ ക്ലീൻ ആയിട്ടിരിക്കാൻ നമ്മളെ ടങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടേസ്റ്റിംഗ് ഹെൽപ്പ് ടേസ്റ്റ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, പല രീതിയിലുള്ള ടേസ്റ്റുകൾ നമ്മൾക്ക് പുളിയും മധുരമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ടങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ടങ്ങിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഹെൽത്തിനെ? ക്ലീൻ യുവർ ടങ് ഡെയിലി വിത്ത് സ്ക്രാപ്പർ. നമ്മൾ ടങ്ക് ഡെയിലി എന്താണ് ഒരു ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ എന്താണ് സ്ക്രേപ്പറോ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. ബ്രഷ് യുവർ ടങ് ജെൻലി വിത്ത് ടൂത്ത് ബ്രഷ്, അല്ലേ? ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ടങ്ക് ജെൻലി നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. റിൻസ് മൗത്ത് വിത്ത് വാട്ടർ ആഫ്റ്റർ ഈറ്റിംഗ്, ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വായ നല്ലവണ്ണം വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഈറ്റ് ഹെൽത്തി ഫുഡ്, അവോയ്ഡ് ടു മച്ച് ഷുഗറും സ്പൈസി ഫുഡും ഒഴിവാക്കുക. വിസിറ്റ് ഡെൻറ്റിസ്റ്റ് റെഗുലർലി, ഡെൻറ്റിസ്റ്റിനെ റെഗുലറായിട്ട്, പല്ല് ഡോക്ടറെ റെഗുലറായിട്ട് കാണാൻ പോവുക. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് എനി 4 പ്രോബ്ലംസ് ഫേസ് ബൈ പീപ്പിൾ ഹു റീച്ച് സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെൻറ്റ്. സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആൾക്കാർ സാധാരണയായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നോ എയർ, നോ വാട്ടർ, ഫീലിംഗ് sick, lack of sleep, weight is not felt, trouble in breathing, no medium for communication. വായു ഉണ്ടാവില്ല, അല്ലേ? വായു ഇല്ല, വെള്ളമില്ല, അവർക്ക് അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അല്ലേ? സിക്നെസ് തോന്നാം അവർക്ക്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കം ശരിക്കും കിട്ടില്ല. ട്രബിൾ ഇൻ ബ്രീതിങ്, സാധാരണ നമ്മൾ ശ്വസിക്കുന്ന പോലെ ശ്വസിക്കാൻ പറ്റില്ല. നോ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിനുള്ള മീഡിയം ഒന്നും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, കമ്മ്യൂണിക്കേഷനും ബുദ്ധിമുട്ടുണ്ടാവും. ഇനി റൈറ്റ് എനി 4 സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് നീഡഡ് ടു ഓവർകം സച്ച് പ്രോബ്ലം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ഹാർഷ് കണ്ടീഷൻ ആസ്ട്രോനോട്ട്സ് വെയർ സ്പേസ് സ്യൂട്ട്. അവർ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അല്ലേ? ആസ്ട്രോനോട്ട്സ് ഒരു പ്രത്യേക തരം സ്യൂട്ട്, ഡ്രസ്സ് ഇട്ടിട്ടാണ് സ്പേസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനാണ് അങ്ങനെയുള്ള സ്യൂട്ടുകൾ. സ്പെഷ്യൽ ഡിവൈസസ് ആർ യൂസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് അവിടെ അതിന് വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്, അല്ലേ? പിന്നെ ഫുഡ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് ഡിവൈസസ്, ഭക്ഷണവും വെള്ളവും ഒക്കെ അവർക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഡിവൈസസ് ഉണ്ടായിരിക്കും, ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. എമർജൻസി എക്യുപ്മെൻറ്റ്സ്, നമ്മൾ സ്പേസിനാണല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഡിവൈസസും അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ക്വസ്റ്റ്യനും എന്തായാലും പഠിക്കുക. സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്, അതിനെ ഓവർകം ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക. വാട്ട് ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? റൈറ്റ് എനി 4 യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ഇൻ ഓർബിറ്റ് അറൗണ്ട് ദി എർത്ത്. നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള ആ ഒരു ഓർബിറ്റിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ, എന്തിനൊക്കെയാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് യൂസ് ചെയ്യുക ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥ പ്രവചനത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റഡിയിങ് എർത്ത്സ് റിസോഴ്സസ്, ഭൂമിയുടെ റിസോഴ്സസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, വിദ്യാഭ്യാസം അതുപോലെ തന്നെ എന്തിനാണ് അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നമ്മൾ ഈ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് എ നോട്ട് അബൌട്ട് ദി ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ ഇൻ സെൻഡിങ് ട്രാവലേഴ്സ് ടു സ്പേസ്. ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഇതൊക്കെ എഴുതാം. ഗഗൻയാൻ മിഷൻ, എന്തിനാണ്? ബിൽഡിംഗ് എ സ്പേസ് ക്രാഫ്റ്റ് ടു സെൻഡ് ഹ്യൂമൻ പാസഞ്ചേഴ്സ് ഇൻ ടു സ്പേസ്. ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഹ്യൂമൻ പാസഞ്ചേഴ്സിനെ വിടാനാണ് ഗഗൻയാൻ മിഷൻ വരുന്നത്. ഓർബിറ്റൽ മൊഡ്യൂൾ ടു വീനസ്, വീനസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ISRO ഡെവലപ്പ് ചെയ്യുന്ന ഒരു മിഷനാണ് ഓർബിറ്റൽ മൊഡ്യൂൾ ടു വീനസ്. വീനസ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ആണ്. ഓക്കെ, ചന്ദ്രയാൻ 4 ലൂണാർ മിഷൻ വിത്ത് എക്സ്പെരിമെൻറ്റ്സ് റിലേറ്റഡ് ടു ആസ്ട്രോനോട്ട്സ് ആൻഡ് ലൂണാർ ആക്ടിവിറ്റീസ്. ചന്ദ്രയാൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, മൂണിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സും ആക്ടിവിറ്റീസും ഒക്കെയാണ് ചന്ദ്രയാൻ 4 വരുന്നത്. അപ്പോൾ ഈ പേരെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഗഗൻയാൻ മിഷൻ ഉണ്ട്, ഓർബിറ്റൽ മൊഡ്യൂൾ ടു വീനസ് ഉണ്ട്, ചന്ദ്രയാൻ 4 ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ ഡസ് കോൾ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണ് കോളും നാച്ചുറൽ ഗ്യാസും പെട്രോളിയം ഒക്കെ ഉണ്ടാക്കുന്നത്? Plants and sea creatures got buried deep underground millions of years ago. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ്, വല്ല വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് പ്ലാന്റ്സും അതുപോലെ തന്നെ മറ്റുള്ള ക്രീച്ചേഴ്സും ഒക്കെ എന്താണ്, മറ്റുള്ള ജീവികളൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ മൂടപ്പെട്ട് പോയിട്ടുണ്ട്. ഓവർ ടൈം ദേ ടേൺഡ് ഇൻ ടു കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഡ്യൂ ടു ഹീറ്റ് ആൻഡ് പ്രഷർ. കുറേ കാലം കഴിയുമ്പോൾ എന്താണ്, സമയം പൂന്തോറും അതെന്തായി മാറിയെന്നാണ് പറയുന്നത്, കോളും പെട്രോളിയം നാച്ചുറൽ ഗ്യാസും ആയി. കാരണം എന്താണ്, ആ അന്തരീക്ഷത്തിലുള്ള ചൂടും പ്രഷറും കാരണമാണ് അങ്ങനെ ഒരു കൺവേർഷൻ ഉണ്ടായത്. കോൾ കെയിം ഫ്രം പ്ലാന്റ്സ്, പെട്രോളിയം ആൻഡ് ഗ്യാസ് ഫ്രം സീ ഓർഗാനിസം. ദിസ് പ്രോസസ് ടുക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. കോൾ ഏതിൽ നിന്നാണ് വന്നത്? പ്ലാന്റ്സിൻ്റെ ഫോസിലൈസേഷനിൽ നിന്നാണ്, ഈ ഒരു പ്രക്രിയയിൽ നിന്നാണ് കോൾ വന്നത്. പെട്രോളിയം ഗ്യാസും ഓർഗാനിസംസിൻ്റെ ഫോസിലൈസേഷൻ എന്നാണ് ആ പ്രോസസ്സിനെ പറയുക. ആ ഒരു പ്രോസസ്സിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ്, കുറേ വർഷങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കോളും പെട്രോളിയവും നാച്ചുറൽ ഗ്യാസും ഉണ്ടായത്. ഓക്കെ, അവർ മണ്ണിനടിയിൽ മൂടപ്പെട്ടു. പിന്നെന്താണ്, ആ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന പ്രഷർ, മർദ്ദവും അതുപോലെ തന്നെ ചൂട് കാരണവും കുറേ വർഷങ്ങൾക്ക് ശേഷം അത് പെട്രോളിയം, കോളും നാച്ചുറൽ ഗ്യാസും ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ആർ ദി മെയിൻ യൂസസ് ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിൻ്റെ മെയിൻ യൂസസ് എന്തൊക്കെയാണ്, ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? പെട്രോളിയം ഈസ് മെയിൻലി യൂസ് ടു പ്രൊഡ്യൂസ് പെട്രോൾ, diesel, kerosene, coal tar and LPG. In addition, it is used in manufacture of many products like pesticides, പെസ്റ്റിസൈഡ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്. എന്താണ് പെട്രോളിയം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? പെട്രോളും ഡീസലും കെറോസിനും കോൾട്ടാറും LPG ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്താണ്, പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ ഉണ്ടാക്കാനും പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കാനും പെട്രോളിയം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ച് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് ഇത്. കമ്മ്യൂണിക്കേബിൾ ഡിസീസസിന് എക്സാമ്പിൾ എന്താണ്, നോൺ കമ്മ്യൂണിക്കേബിൾ ഡിസീസിന് എക്സാമ്പിൾ എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങോ കുറച്ച് പേരുകൾ തന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനോ എങ്ങനെ വേണമെങ്കിലും വരാം. കമ്മ്യൂണിക്കേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പല രീതിയിൽ പകരാവുന്ന ഡിസീസസ്, വെള്ളത്തിലൂടെ എന്താണ്, സ്പർശനത്തിലൂടെ ആവാം, ബൈ ടച്ച് ആവാം, അല്ലെങ്കിൽ എന്താണ് ത്രൂ എയർ, അല്ലേ, നമ്മൾ ചുമയ്ക്കുമ്പോൾ മറ്റൊരാൾ ആ ഒരു വായു ശ്വസിച്ചു കഴിഞ്ഞാൽ അതിലൂടെ വേണമെങ്കിൽ ഡിസീസസ് പകരാം. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയാം കേട്ടോ. ഡെങ്കു ഫീവർ, അല്ലേ, ഡെങ്കിപ്പനി, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, കോമൺ കോൾഡ്, ജലദോഷം, മലേറിയ, കോളറ, കോവിഡ്, ഇതൊക്കെ എന്താണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് അത് പകരും കേട്ടോ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നെക്സ്റ്റ് ഞാൻ കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അതിൻ്റെ പ്രൈമറി പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്. ഇൻസാറ്റ് എന്തിനാണ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. എഡ്യൂസാറ്റ്, എഡ്യൂക്കേഷൻ, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് കണ്ടോ, എഡ്യൂ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. IRNSS അത് എന്തിനു വേണ്ടിയിട്ടാണ്, നാവിഗേഷന് വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ആ ഒരു നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് IRNSS. കാർട്ടോസാറ്റ് ഇതിന് വേണ്ടിയിട്ടാണ്, ജോഗ്രഫിക്കൽ ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇനി ആസ്ട്രോസാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ആസ്ട്രോ, ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്? ആസ്ട്രോണമി. കണ്ടോ? അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക, അപ്പം നിങ്ങൾക്ക് അത് തെറ്റില്ല. ആസ്ട്രോണമിയും ആസ്ട്രോഫിസിക്സും ഏതിലാണ് വരുന്നത്? ആസ്ട്രോസാറ്റിലാണ് വരുന്നത്. ജിസാറ്റ്, എമിസാറ്റ് അതൊക്കെ വരുന്നത് ഏതിലാണ്? ജിസാറ്റ്, എംസാറ്റ് ഒക്കെ വരുന്നത് ഏതിലാണ്? ഡിഫെൻസിലാണ് വരുന്നത്. ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം അല്ലേ? ഈ നമ്മൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്, ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ജിസാറ്റും ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. തന്നെ മെറ്റമോർഫോസിസ് നിങ്ങളോട് ചോദിക്കുക കേട്ടോ. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ബൈ വിച്ച് യങ് വൺസ് ഇൻ ലാവ സ്റ്റേജ് ഡെവലപ്പ് ഇൻ ടു ഓർഗാനിസം സിമിലർ ടു ദ പേരൻസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. പല സ്റ്റേജസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബട്ടർഫ്ലൈയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? അത് എഗ് ഇടും അല്ലെ, മുട്ടയിടും, അതിൽ നിന്ന് ലാവ വരും, പിന്നെ അത് പ്യൂപ്പയാവും, പിന്നെ അത് അഡൽട്ട് ആവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സ്റ്റേജസ് ഉള്ള ഒരു പ്രോസസ്സിനെയാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുക കേട്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? നമ്മൾ ടങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്തെഴുതാം? ഡു നോട്ട് റബ്ബ് യുവർ ഐസ് ഇഫ് ഡസ്റ്റ് എൻറ്റേഴ്സ് അല്ലേ? കണ്ണിൽ പൊടി എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ കണ്ണ് വല്ലാതെ തിരുമ്പാതിരിക്കുക അല്ലേ? പിന്നെ ഡോണ്ട് റീഡ് ഇൻ ടു ഡിം ഓർ ടു ബ്രൈറ്റ് ലൈറ്റ്. തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്തോ ഭയങ്കര ലൈറ്റുള്ള സ്ഥലത്തോ അല്ലേ, നല്ലവണ്ണം എന്താണ് കണ്ണിൽ കുത്തുന്ന പോലെ ലൈറ്റുള്ള സ്ഥലത്തോ വായിക്കാതെയോ എഴുതാതെ പഠിക്കാതെയൊക്കെ ഇരിക്കുക. ഡോണ്ട് റീഡ് വൈൽ ട്രാവലിംഗ് ഇൻ എ വെഹിക്കിൾ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് വായിക്കാതിരിക്കുക. ഡോണ്ട് വാച്ച് TV കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് ടൈം. കുറേ നേരം TVയോ മൊബൈൽ ഫോണോ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാൻ. പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഐസിന്. ഇനി ഇയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? പെൻസിലും പെന്നൊന്നും ചെവിയിൽ ഇടരുത്. അതുപോലെ തന്നെ നമ്മൾ ചെവിയുടെ അടുത്ത് വന്ന് പെട്ടെന്ന് ഊത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കില്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത്. ചെളിവെള്ളം, മഡി വാട്ടറിൽ നമ്മൾ കുളിക്കരുത്. പിന്നെന്താണ്, നമ്മുടെ ചെവിയിലേക്ക് ഡയറക്റ്റായിട്ട് വെള്ളമോ ഓയിലോ ഒന്നും ഒഴിക്കരുത് കേട്ടോ. പിന്നെ ഭയങ്കര ശബ്ദമുള്ള സ്ഥലത്തു നിന്നൊക്കെ മാറി നിൽക്കുക. ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഇന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാം നമുക്ക്? ടേക്ക് ബാത്ത് എവറി ഡേ, എന്നും കുളിക്കുക. സ്കിന്ന് ക്ലീൻ ആയിട്ട് വെക്കുക. എന്താണ്? ഡ്രിങ്ക് ഇനഫ് വാട്ടർ, അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുക. അവോയ്ഡ് ലോങ് എക്സ്പോഷർ ടു സൺ, കുറേ നേരമൊന്നും വെയിൽ കൊള്ളാതിരിക്കുക. ഇനഫ് സ്ലീപ്പ് അല്ലേ? അതുപോലെ തന്നെ ജെൻറ്റിൽ സോപ്സ് യൂസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സമ്മർ സമയത്ത്, ഇപ്പോൾ ചൂട് സമയമാണ്, അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാം ദുബായിലൊക്കെ ആണെങ്കിൽ, പുറം രാജ്യങ്ങൾ ദുബായിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, ഈ ഒരു ചൂട് സമയത്ത് ആൾക്കാർ അധികം നേരം പണി ഉണ്ടാവില്ല. അവർക്ക് 8 മണിക്കൂറാണ് സാധാരണ ദിവസം ജോലി എടുക്കുകയെങ്കിൽ, ഇങ്ങനെയുള്ള ഈ റമദാൻ മാസത്തിലൊക്കെ ചൂട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്താണ്, 4 മണിക്കൂറൊക്കെ അവർക്ക് ജോലി ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ ഭയങ്കര ചൂടുള്ള സമയത്ത് അവർക്ക് ആ ഒരു സമയം ഓഫ് ടൈം കൊടുത്തിട്ട് ആ സമയത്തിന് പകരം വേറൊരു രാത്രിയൊക്കെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാറുണ്ട് പലരും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ദ അൾട്രാ വയലറ്റ് rays of the sun will harm the eye, skin and immune system. It can also lead to early aging and skin cancer അല്ലേ? ആ അൾട്രാ വയലറ്റ് റേസ്, സൂര്യൻ്റെ ആ രശ്മികൾ എന്താണ്, നമ്മുടെ കണ്ണിനെയും സ്കിന്നിനെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും നമ്മുടെ പ്രതിരോധ ശേഷിയെ പോലും ബാധിക്കാം അല്ലേ? നമ്മൾക്ക് പെട്ടെന്ന് എന്താണ് പ്രായമായതുപോലെ തോന്നും. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് ഇത് മാറാം. പിന്നെന്താണ്? സൺസ്ട്രോക്ക് ക്യാൻ ലെഡ് ടു ഈവൻ ലോസ് ഓഫ് ലൈഫ്. എന്താണ്? പെട്ടെന്ന് എന്താണ് സൂര്യാഘാതം ഏറ്റു എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ? ചിലരുടെ മേല് പൊള്ളാറുണ്ട്. ചിലർക്ക് എന്താണ് അത് എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഭയങ്കര ചൂട് സമയത്ത് നമ്മൾ വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ചൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്